നീ ആനന്ദ് വർമ്മയുടെ മകനാണെങ്കിൽ പ്രതാപിൻ്റെ മകളുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഓ അങ്ങനെയാണോ? ആ കല്യാണം നിങ്ങൾ നടത്തിയ ഞാൻ സമ്മതിക്കാം, നിങ്ങളെൻ്റെ തന്തയാണെന്ന്. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ എൻ്റെ മകൻ തന്നെയാ. നിനക്കതിലോ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്ക്. ഛേ, ഇങ്ങനെ എന്തൊക്കെയാ പറയണേ, നാണമില്ലാതെ. മിസ്റ്റർ ആനന്ദ് വർമ്മ, ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാളും അച്ഛനാവുന്നില്ല. ഐ ഡോണ്ട് കെയർ. നീ അതൊക്കെ വിട്. നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ നിന്റെ എൻഗേജ്മെൻറ്റ് ഞാൻ നടത്തും. സോ അതിന് റെഡി ആയിരിക്കുന്നേ. ഇല്ല, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അത് നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. തിരിച്ചു കിട്ടിയ ജീവനിൽ നിനക്ക് കൊതിയില്ലേ? അങ്ങനെയെങ്കിൽ മിണ്ടാതെ വാ അടച്ചിരുന്നോണം. ഇല്ലടാ, ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതും തൻ്റെ കൂടെ. എൻ്റെ മമ്മിയെ ഈ അവസ്ഥയിലാക്കിയതിന് തനിക്ക് ഞാൻ തരുന്നുണ്ട്. അതിനു മുന്നേ അതങ്ങ് ക്യാൻസൽ ചെയ്യുന്ന തനിക്ക് നല്ലത്. നാണം കെടാതെ രക്ഷപ്പെടാം. നീ ആരെയാടാ പേടിപ്പിക്കുന്നേ? എന്നെയോ? ഒന്നും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. നീ അവിടെ അന്ന് വരും, എൻഗേജ്മെൻറ്റ് നടക്കും. ഇല്ലെങ്കിൽ ദേ ഈ കിടക്കുന്നവളെ നീ ഇനി കാണില്ല. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. താനൊന്ന് നടത്തി കാണിക്ക്. എൻ്റെ മമ്മയെ ഇനി താൻ തൊട്ടാ പിന്നെ താൻ ജീവനോടെ ഇരിക്കുന്നു വിചാരിക്കണ്ട. മമ്മി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചെല്ലു മോനെ, പോയിട്ട് വാ. അർണവ്, താനൊന്ന് വാ. ദേ, ആ പോയവനെ കണ്ട് നീ എൻ്റെ മുന്നിൽ നാവ് പൊക്കാൻ നോക്കണ്ട. അറിയാലോ നിനക്കെന്നെ. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം. അത് നീ നടത്തിയിരിക്കണം, മനസ്സിലായോ? ഇല്ല, താൻ ഇനി എന്നെ കൊന്നാലും ശരി, താൻ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനതിന് കൂട്ടു നിൽക്കില്ല. എൻ്റെ മകനെ വെച്ച് താൻ ഉണ്ടാക്കാൻ നോക്കണ്ട. ഡി പുല്ലേ, ഞാൻ ഈ കല്യാണം നടത്തും, നീ കണ്ടോ. അഥവാ ഇത് നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെയല്ല കൊല്ലാൻ പോകുന്നേ. അറിയാലോ മുന്നേ സംഭവിച്ചതൊക്കെ. ഒരുത്തി എൻ്റെ ഇമേജ് കളഞ്ഞിട്ട് പോയതാ. അതുപോലെ തന്നെയായിരിക്കും ഞാൻ ആവർത്തിക്കുക. മറക്കണ്ട നീ. സോ എൻ്റെ പൊന്നുമോള് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ആകെ കൂടെയുള്ളൊരു മോനാ, അവനെ കൂടി നിനക്ക് നഷ്ടമാവും. ഓക്കെ?